മറ്റ് കൃഷികൾക്കൊപ്പം ഇടവിളയായി നട്ടുവളർത്താവുന്ന പോഷകസമൃദ്ധമായ കിഴങ്ങാണ് കൂവ. വളക്കൂറുള്ള മണ്ണാണെങ്കിൽ വിളവെടുക്കുമ്പോൾ ധാരാളം കൂവക്കിഴങ്ങ് കിട്ടുകയും ചെയ്യും. വെള്ളക്കൂവ, മഞ്ഞക്കൂവ, നീലക്കൂവ എന്നിങ്ങനെ 3 തരം കൂവകൾ ഉള്ളതിൽ വെള്ളക്കൂവയിലാണ് ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങൾ ഉള്ളത്. സാധാരണയായി വെള്ളക്കൂവ പൊടിച്ചാണ് കുട്ടികൾക്ക് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ 3 കൂവകളിൽ വെള്ളക്കൂവയും നീലക്കൂവയും ഭക്ഷ്യയോഗ്യമാണ്. മഞ്ഞക്കൂവയെക്കുറിച്ച് പറഞ്ഞാൽ പണ്ടൊക്കെ കസ്തൂരിമഞ്ഞൾ എന്നു പറഞ്ഞ് മുഖത്ത് അരച്ച് പുരട്ടിയിരുന്ന ഒന്നാണ് മഞ്ഞക്കൂവ. വിപണിയിൽ കസ്തൂരിമഞ്ഞൾ എന്ന പേരിൽ ലഭിക്കുന്ന മിക്ക പൊടിയും ഈ മഞ്ഞക്കൂവയുടേതാണ്. നല്ല സുഗന്ധമുള്ളതായതുകൊണ്ടാവാം ഇത് കസ്തൂരിമഞ്ഞൾ എന്ന പേരിൽ ഇറക്കുമതി ചെയ്യുന്നത്. പച്ച കളർ ഇലയും വേരുകളില്ലാത്ത വെള്ള കളർ കിഴങ്ങുമുള്ളതാണ് വെള്ളക്കൂവ. പച്ച ഇലയിൽ നീലവരകളും കിഴങ്ങിൽ ധാരാളം വേരുകളുമുള്ളതാണ് നീലക്കൂവ. പണ്ടൊക്കെ പറമ്പിൽ ധാരാളമായി കണ്ടിരുന്ന വെള്ളക്കൂവ ഇന്നിപ്പോൾ ഒരു തൈ പോലും അവശേഷിക്കുന്നില്ല. അതുപോലെ തന്നെ നീലക്കൂവയിൽ അവശേഷിക്കുന്ന തൈകളാണ് ഈ കാണുന്നത്. പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുകളും അടങ്ങുന്ന എല്ലാത്തിനും കടകളെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഇത്തരം നാട്ടുവിളകളൊക്കെ ഇല്ലാതായി പോകാൻ തുടങ്ങിയത്.